അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5-ാം ക്ലാസ്സിലെ ഫിഖിലെ ഒന്നാമത്തെ പാഠമായ അഹ്കാമു ശറഹിയ്യ എന്നുള്ള പാഠഭാഗമാണ്. അതിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ പഠിക്കാനുള്ളത് അഹ്കാമു ശറഹിയ്യ എന്ന് പറയുന്നു ഏതിന് എന്നുള്ള ചോദ്യം. നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ദീനിന്റെ വിധികൾക്കാണ് അഹ്കാമു ശറഹിയ്യ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ നിസ്കാരം, നോമ്പ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, പറ്റൂല, ഇന്ന കാര്യങ്ങൾ ഹറാമാണ്, ഹലാലാണ് എന്നടങ്ങിയ വിധികൾക്കാണ് അഹ്കാമു ശറഇയ്യ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ശറഈയായ ഹുക്കുമുകൾ എത്ര, അവ ഏതെല്ലാം. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളതാണ് വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല് എന്നിങ്ങനെ 5 ശറഈയായ ഹുക്കുമുകളാണുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ശറഈയായ ഹുക്കുമുകൾ എത്ര എണ്ണമാകുന്നു, അപ്പൊ 5 ആകുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് നമ്മൾ പറഞ്ഞു ശറഈയായ ഹുക്കുമുകൾ 5 എണ്ണമാണെന്നുള്ളത്. ഇനി അതിലൊന്നാമത്തത് വാജിബ്. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ കുറെ തവണ കേട്ടിട്ടുണ്ടാവും ഫർള് എന്നൊക്കെ. വാജിബിന്റെ മറ്റൊരു പേരാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ നിസ്കാരം പോലെ വാജിബ് എത്ര വിധമാണ്, അവ ഏതെല്ലാം. ഫർള് എത്ര വിധമാണ്, അവ ഏതെല്ലാം. 2 വിധമാണ്, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. ഫർള് ഐന്, അതുപോലെ തന്നെ ഫർള് കിഫായ എന്നുള്ളത്. ഫർള് ഐന് എന്ന് പറഞ്ഞാല് ഓരോ മുക്കല്ലിഫിനും നിർബന്ധമായത്, അഥവാ എല്ലാവർക്കും നിർബന്ധമായത്, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാവരുടെ മേലും നിർബന്ധമായ കാര്യമാണ് ഫർള് ഐന് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 വക്ത് നിസ്കാരം മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ആലോചിച്ചാൽ തന്നെ മതി, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ചെയ്യുന്ന കാര്യം എന്നുള്ളത് നിസ്കാരാണ്. അപ്പൊ അതാണ് ഫർള് ഐന് എന്നുള്ളത്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർള് കിഫായ എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. മയ്യത്ത് നിസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നമ്മുടെ നാട്ടിലെ എല്ലാവരും 5 വക്ത് നിസ്കരിക്കണ പോലെ നിസ്കരിക്കാൻ വേണ്ടി പോകില്ല. കുറെ ആൾക്കാരെന്താവും, പോകും, കുറച്ച് ആൾക്കാർ പോകാത്തവരും ഉണ്ടാവും. അഥവാ ഫർള് കിഫ എന്ന് പറഞ്ഞാല് ആരെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. പക്ഷെ ആരും ചെയ്തിട്ടില്ലാണെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതിന്റെ ഉദാഹരണമാണ് മയ്യിത്ത് നിസ്കാരം എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹറാമ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ട് പരിചയത്തിലുള്ള ഒരു വാക്കാണ് ഹറാമ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ്. അഥവാ നമ്മുടെ ഫർളിന്റെ വാജിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്നുള്ളത് ഹറാമ് എന്ന് പറഞ്ഞത്. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതെന്ന്, ഒഴിവാക്കിയ ശിക്ഷ ഉള്ളതെന്ന് വാജിബ്. ഈ ഹറാമ് എന്ന് പറയുമ്പോൾ ചെയ്താലാണ് ശിക്ഷ, ഒഴിവാക്കിയാൽ കൂലിയും കിട്ടും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹറാമ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഹറാമ് എന്ന് പറഞ്ഞാൽ. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യപാനം എന്നുള്ളത്. മദ്യപാനം, കള്ള് കുടിക്കുക എന്നുള്ളത് ഹറാമാണെന്നുള്ളത് നമ്മളെല്ലാവരും പഠിച്ചതാണ്. അപ്പൊ കുടിക്കല് ഹറാമാണ്. അപ്പൊ അത് ഒഴിവാക്കിയാൽ കള്ള് കുടിക്കാതെ ഇങ്ങനെ നടക്കാന് ആ ഒരു അവസരത്തിൽ നമുക്ക് എന്താവും, അതിന്റെ പ്രതിഫലം ലഭിക്കും, കള്ള് കുടിക്കാത്തത് കാരണത്താൽ. അടുത്തത് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു. അത് ചെയ്താൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് കൂലി ഒരുപാട് കിട്ടും. അത് ഒഴിവാക്കിയാലോ ശിക്ഷയൊന്നും കിട്ടില്ല. വാജിബ് പറഞ്ഞാൽ ചെയ്താൽ കൂലി ഉണ്ട്, പക്ഷെ ഒഴിവാക്കിയാൽ ശിക്ഷയും ഉണ്ട്. സുന്നത്താകുമ്പോൾ ഒഴിവാക്കിയാൽ ശിക്ഷയില്ല. അതിന് ഉദാഹരണമാണ് സലാം പറയൽ. അതുപോലെ നിസ്കാരത്തിൽ തലമറക്കുക എന്നുള്ളത്. സുന്നത്തിന് മറ്റ് 4 പേരുകൾ കൂടെ ഉണ്ട്. ഒന്ന് മന്ദൂബ്, തതവ്വുഹ്, നഫ്ല്, മുസ്തഹബ്. ഇതിന്റെ ഒക്കെ മാന സുന്നത്ത് തന്നെയാണ്. അടുത്തത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് കറാഹത്ത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിന് ശിക്ഷ ഒന്നുമില്ല, പക്ഷെ ഒഴിവാക്കിയാൽ എന്തുണ്ടാവും, നമുക്ക് കൂലി കിട്ടും. അതിന് ഉദാഹരണമാണ് നിസ്കാരത്തിൽ തല തുറന്നിടുക എന്നുള്ളത്, അഥവാ തല മറക്കാതിരിക്കുക. തല മറക്കാതിരുന്നാല് നമുക്ക് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല.
പക്ഷെ തല മറച്ചാലോ അതിന് കൂലിയും കിട്ടും. ഹലാല് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തതാണ് ഹലാല്. ചെയ്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പ്രത്യേകിച്ച് കൂലിയോ അല്ലെങ്കിൽ ശിക്ഷയോ ഒന്നുമില്ല. ഹലാലിന്റെ ഉദാഹരണമാണ് നല്ല ചെരുപ്പ് ധരിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രൂപത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും പരീക്ഷകൾക്കൊക്കെ ഉന്നത മാർക്ക് നേടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.